ഷബീർ ഷാ കാലിക്കറ്റാണ്. ഞാനിപ്പോൾ ഉള്ളത് കാരുണ്യ സ്നേഹസാന്ത്വനം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംഘാടകരുടെ അടുത്താണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ മാതൃക ആയിട്ടുള്ള ഒരു ടീമും കൂടിയാണ്. സെക്രട്ടറിയോട് തന്നെ ഫസ്റ്റ് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് സിറാജ് വേങ്ങര, കാരുണ്യ സ്നേഹസാന്ത്വനം സെക്രട്ടറിയാണ്. പിന്നെ നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ മിറാക്കിൾ വന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ദിവസം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഇവിടുത്തെ ഡോക്ടർ ലവ്ന മുഹമ്മദിൻ്റെ അവർക്കൊരു ആദരവ് കൂടി വയനാട് ദുരന്തത്തിൻ്റെ ഇതിലെല്ലാം ഒരു ആദരവ് കൂടി കൊടുക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് വന്നത്. കാരുണ്യ സ്നേഹസാന്ത്വനം 2018 രൂപീകരിച്ച ഒരു ചാരിറ്റി കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി ഞങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ 6 വർഷത്തെ കാലയളവിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാണമ്പ്ര, മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര മിറാക്കിൾ ഷെൽട്ടർ എന്ന് പറയുന്ന ആരാരുമില്ലാത്ത തുണയില്ലാത്ത അച്ഛനമ്മമാർക്ക് സാന്ത്വനത്തിൻ്റെ സ്പർശനം ഏകുന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങളിവിടെ ഒത്തുകൂടിയത് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട, നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ അകാലത്ത് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, അവർക്കുള്ള അനുസ്മരണം, അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അന്നത്തെ ആ ദുരന്തത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു കുരുന്ന് ജീവൻ രക്ഷപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ലവ്ന മുഹമ്മദ് സാർ മാഡം, അവർക്ക് ആദ്യമായി ഒരു ആദരവ് നാട്ടിൽ വെച്ച് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം ദുരന്തത്തിൽ തന്നെ സജീവമായി ഇടപെടൽ നടത്തുന്ന സോഷ്യൽ വർക്കർ കൂടിയായ അഡ്വക്കേറ്റ് വഹീദ ആലുവ തുടങ്ങിയവർക്കൊക്കെയും നമ്മൾ ഇതിൻ്റെ പേരിൽ ആദരവ് നൽകുകയുണ്ടായി. ഈ കാരുണ്യ സ്നേഹസാന്ത്വനം എന്ന് പറയുന്ന ഈ കൂട്ടായ്മ സജീർ പഴയന്നൂർ ഒരുപാട് ചാരിറ്റി രംഗത്ത് പ്രക്ഷോഭിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സജീർ പഴയന്നൂർ ഈ കൂട്ടായ്മയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ കൂടിയാണ്. ദീപു ചന്ദ്, അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ചാരിറ്റി രംഗത്തെ പ്രഗത്ഭരും നയിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ് ഈ കാരുണ്യ സ്നേഹസാന്ത്വനം കൂട്ടായ്മ. ഇതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടന വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ തലത്തിലും പിന്നെ മറ്റ് PG വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെയും ഉന്നത വിജയം നേടുന്നവരെ ഈ വിദ്യാർത്ഥികളൊക്കെയും ആദരിച്ചിട്ടുണ്ട്. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി നിൽക്കുന്ന ആളുകളെ അവർക്ക് പണം നൽകിക്കൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ സാമ്പത്തികമായി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കുടുംബങ്ങൾക്കൊരു അത്താണിയായി ഈ കാരുണ്യ സ്നേഹസാന്ത്വനം മാറിയിട്ടുണ്ട്. ഇതൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ചാരിറ്റി രംഗത്തുള്ള പ്രവർത്തകരാണ്. സ്വന്തം മെമ്പർമാർ അവരവരെ കഴിയുന്ന രൂപത്തിൽ ചെറുതും വലുതുമായ സംഖ്യകൾ തന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോ മേഖലകളിലും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന ഈ കാരുണ്യ സ്നേഹസാന്ത്വനത്തിന് വേണമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ പ്രോത്സാഹനത്തിനും നിങ്ങൾ നൽകുന്ന സഹകരണത്തിനൊക്കെയും എല്ലാവരോടും കാരുണ്യ സ്നേഹത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.